പറഞ്ഞതായി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ചെറുപ്പ ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു നമുക്കൊരു ഹോസ്പിറ്റല് എന്നുള്ള ഒരു പ്രതീക്ഷ. നമുക്കറിയാം, ഒരുപാട് പ്രയാസങ്ങളോട് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തന്ന് എന്ന് പറഞ്ഞാൽ, വിട്ട് തന്ന് നൽകി എന്ന് പറയുന്നതിന്റെ അപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയും കൂടെ നമുക്കുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടെ എംപിനെയും MLA-യെയും മന്ത്രിയെയും നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നൊരു കൂടിക്കാഴ്ച നടത്തി ഇതിനൊരു സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. വളരെ വളരെ എത്രത്തോളം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ദിന സദസ്സിനെ അഭിമുഖീകരിക്കുന്നത്. കാരണം വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങളെ മുന്നിലേക്ക് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം ഈ ഒരു ഹോസ്പിറ്റല് എന്ന് പറയുമ്പോൾ വലിയൊരു പ്രതീക്ഷയാണ് ഈ നാട്ടുകാർക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ഏറെ പ്രിയങ്കരനായ കേരളത്തിന്റെ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ അവർകളെ നമ്മൾ വിളിക്കുന്നത് മുരളിയേട്ടനാണ്. എല്ലാവരുടെയും സ്നേഹനിധിയായിട്ടുള്ള നമ്മുടെ മുരളിയേട്ടനാണ് ആരോഗ്യ രംഗത്ത് വലിയ ഇടപെടലുകൾ നടത്തി ശക്തമായ നേതൃത്വം നമ്മുടെ കേരളത്തിന്, ആരോഗ്യ കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി, കേരളത്തിലെ ഏറ്റവും നല്ല ഒരു മെഡിക്കൽ കോളേജിൽ ഒന്നായ തിരുവനന്തപുരത്തെ ന്യൂറോ മെഡിസിൻ വിഭാഗത്തിൻ്റെ പ്രൊഫസറും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റുമായ ഡോക്ടർ സുനിൽ അവർകളും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആശുപത്രിയുടെ ശോചനീയമായ അവസ്ഥ നമ്മുടെ അസംബ്ലിയിൽ പ്രതിപാദിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയും തുടർന്ന് നമ്മുടെ പ്രിയപ്പെട്ട രാഘവേട്ടനും അതോടനുബന്ധമായി ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിക്കുകയും
അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഘവേട്ടൻ ഒരു ദിവസം കണ്ടുമുട്ടിയപ്പോൾ തീയതി 4-ാം തീയതിക്ക് മാറ്റുകയും ചെയ്തതാണ്. അങ്ങനെയാണ് 4-ാം തീയതിയായിരുന്നു വെച്ചത്. അത് പിന്നീട് നമ്മൾ ഇന്ന് 6-ാം തീയതിക്ക് മാറ്റിയിരിക്കുകയാണ്. 6-ാം തീയതി ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി നാല് ബഹുമാനപ്പെട്ട മന്ത്രി വന്നപ്പോഴുള്ള ജനങ്ങളുടെ ഒരു ആവേശവും അത് മാത്രമല്ല പ്രതീക്ഷയും അവരുടെ കണ്ണുകളിൽ നിഴലിച്ചു. അവരുടെ സങ്കടം ഇത്രമാത്രം ഉണ്ട് എന്ന് അവരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഈ നാട് അനുഭവിക്കുന്ന, ഈ നാട്ടിലെ രോഗികളായി എത്തുന്ന മനുഷ്യരുടെ വേദനയാണ് ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും. അത് നേരിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പാളും സൂപ്രണ്ട് തയ്യാറാക്കിയ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ എല്ലാ കെട്ടിടങ്ങളുടെയും അവസ്ഥ കാണുകയുണ്ട്. അത്രമാത്രം പരിതാപകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ കെട്ടിടങ്ങൾക്കുള്ളത് എന്നൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ബഹുമാനായ ശ്രീജയൻ ഡോക്ടറായിരുന്നാലും പ്രിയപ്പെട്ട സജിത് ഡോക്ടർ പ്രിൻസിപ്പാളായിരുന്നാലും അവരൊക്കെ ഇവിടെ വന്ന് പരിശീലനം നടത്തിയവരാണ്. വൈകുന്നേരം ഇവിടെ താമസിച്ചവരാണ്. തൊട്ടുകിടക്കുന്ന ചാലിയാറിൽ നീന്തിയവരാണ്. അങ്ങനെ ആർത്തുല്ലസിച്ച് സന്തോഷകരമായി അവർ പഠിച്ചു വളർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പാളും സൂപ്രണ്ടും മെഡിക്കൽ കോളേജിന്റെ മെഡിസിൻ വിഭാഗം പ്രൊഫസറും അതുപോലെ സർജറിയുടെ പ്രൊഫസറായിട്ടൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഡോക്ടർമാരൊക്കെ മാറിയത് ഇവിടെ നിന്നുള്ള പരിശീലനം കൊണ്ടാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ 1960 മുതൽ പരിശീലനം തേടിയിട്ടുള്ള ഈ സ്ഥാപനം മെച്ചപ്പെടുത്തുക എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മുരളിയേട്ടൻ ഇതിന് താല്പര്യമെടുത്ത് മറ്റ് പരിപാടികളൊക്കെ മാറ്റി കൊടുത്തിട്ട് അദ്ദേഹത്തിന് സമയം അധികം കവരുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ MP അഹമ്മദ് സാഹിബിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം നാട്ടുകാർക്കില്ല. ഇന്ന് ഈ സമയമാകുമ്പോൾ ഇന്ത്യ രാജ്യത്ത് 25,000 ആളുകൾക്ക് ഒരുമിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് ഇന്ത്യ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പാവപ്പെട്ടവർക്ക്, തെരുവിൽ കഴിയുന്നവർക്ക് അഭിനന്ദനായ അഹമ്മദ് സാഹിബ് ചെയർമാനായ ഗ്രൂപ്പ് 25,000 ആളുകൾക്ക് വോട്ട് കൊടുക്കുന്നുവെന്ന് മാത്രമല്ല, ഇന്ത്യ വിട്ട് ദക്ഷിണാഫ്രിക്കയിലെ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്, പട്ടിണി കിടക്കുന്ന ഒട്ടിയ വയറുമായി നടക്കുന്ന മനുഷ്യർക്കും ഭക്ഷണം നൽകുന്ന ഒരു മാന്യ വ്യക്തിത്വത്തെ ഈ പരിപാടി അങ്ങ് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും ഞാൻ അഭ്യർത്ഥിക്കുക. നമ്മുടെ ഇക്ര ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ടുള്ള ക്യാൻസർ സെന്റർ, അതിന് ഏകദേശം ഒരു 40 കോടി രൂപ ഒന്നിച്ചു കൊടുത്തതും നമ്മുടെ പ്രിയപ്പെട്ട അഹമ്മദ് ഖാൻ. അഹമ്മദ് ഖാൻ നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. അഹമ്മദ് ഖാന്റെ മുമ്പിൽ നമുക്ക് പറയാനുള്ളത്, അഹമ്മദ് ഖാൻ കേരള സർക്കാരിന്റെ ധവളപത്രം പുറത്തു വന്നു. അഹമ്മദ് ഖാൻ കേരള സർക്കാരിന്റെ ധവളപത്രം പുറത്തു വന്നു. പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ധവളപത്രം പുറത്തു വെച്ചപ്പോൾ നമ്മുടെ കയ്യിൽ കാശില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ അതേസമയം നമ്മുടെ 2 ജില്ലകൾ, മലപ്പുറവും കോഴിക്കോടും, 14ഓളം പഞ്ചായത്തുകൾ, നമ്മുടെ കൂളിമാട് പാലവും അതുപോലെ തന്നെ എളമര പാലവും വന്നതോടുകൂടി എല്ലാവർക്കും നിലമ്പൂർ മുതലുള്ള ആളുകൾക്ക് വന്ന് ചേരാവുന്ന ഒരു സ്ഥലം, ദിവസം 500ഓളം രോഗികൾ ഈ ചികിത്സ തേടിയ ഈ സ്ഥലത്തിന് ഒരു കെട്ടിടം വേണം. ആ കെട്ടിടം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഡോക്ടർമാർക്ക് താമസിക്കാൻ സൗകര്യം, കോട്ടേഴ്സ് ഉണ്ടാവുള്ളൂ. കോട്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഡോക്ടർമാരെ ഇവിടെ നിന്നുകൊണ്ട് 24 മണിക്കൂറും സേവനം ചെയ്യാൻ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഇത്രയും പെട്ടെന്ന് ഇതിന്റെ കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും നാടിന് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അഹമ്മദ് ഖാനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഈ കെട്ടിടം അങ്ങയുടെ CSR ഫണ്ടിൽ ഉൾപ്പെടുത്തി ഈ നാടിനോടൊപ്പം നിൽക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. ഞങ്ങൾ ബഹുമാനപ്പെട്ട അഹമ്മദ് ഖാന്റെ മുമ്പിൽ ഒരു കാര്യം കൂടി, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് 35 കൊല്ലമായി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ പൾസ് കൃത്യമായി അറിയുന്ന ആളാണ്. അതിന്റെ ഗന്ധം, അവിടെ നടക്കുന്ന അവരുടെ സാധുക്കളായ മനുഷ്യരുടെ നിലവിളി കേട്ടവരാണ് ഞാൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്നോട് കുട്ടികൾ ചോദിച്ചു, നിങ്ങൾ എന്താ ചിരിക്കാത്തത്? ഞാൻ ജീവിതം മുഴുവൻ കേട്ടതും കണ്ടതും സങ്കടങ്ങളാണ്. മനുഷ്യന്റെ വേദനകൾ കണ്ടതുകൊണ്ടാണ് CH സെന്റർ അവിടെ തിയേറ്റർ ഉണ്ടാക്കിയത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ചൈൽഡിന്റെ ഹാർട്ട് ഓപ്പറേഷനുള്ള ഹാർട്ട് ലിങ്ക് മെഷീനില്ല. ഹാർട്ട് ലിങ്ക് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് പിഞ്ച് കുട്ടികൾ മരിച്ചു പോകുക. ആ മരിച്ചു പോകുന്ന കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഒരു ഹാർട്ട് ലിങ്ക് മെഷീനും കൂടി നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് അത് ബഹുമാനപ്പെട്ട അഹമ്മദ് ഖാൻ ഏതെങ്കിലും വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അതിനോടൊപ്പം ചേർക്കണം എന്ന് കൂടി സാന്ദർഭികമായി ഞാൻ അഭ്യർത്ഥിക്കാം. അഭിനന്ദനായ മുരളിയേട്ടന് മുമ്പിൽ ഞങ്ങൾക്കൊക്കെ ഉള്ളത് ഇത് ഡുവൽസാണ്. ഇത് DHSന്റെ ആണോ എന്ന് ചോദിച്ചാൽ DHSന്റെ ആണ്. ഇത് DMEയുടേതാണോ എന്ന് ചോദിച്ചാൽ DMEയുടേതാണ്. ഇത് ബ്ലോക്കിൻ്റെതാണോ എന്ന് ചോദിച്ചാൽ ബ്ലോക്കിൻ്റെതാണ്. ഇതിനൊരു നാഥനാരാണ്. അപ്പൊ ഒരു നാഥനുണ്ടാകണം. കൃത്യമായി നമുക്ക് ഒരു സിംഗിൾ പോയിന്റിലേക്ക് പോകണം. അതിനുള്ള തീരുമാനവും പ്രഖ്യാപനവും അങ്ങ് നടത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഒരു മാസ്റ്റർ പ്ലാനിലാണ് നമ്മൾ തുടങ്ങിയത്. നമ്മളൊരു മാസ്റ്റർ പ്ലാൻ തുടങ്ങിയതിന്റെ ഭാഗമാണ് നമ്മുടെ ചെറുപ്പ ആശുപത്രി. അങ്ങ് ഒരു മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കുകയും ആ മാസ്റ്റർ പ്ലാൻ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് 24 മണിക്കൂറും
ഇവിടെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ചടങ്ങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറെ പ്രതീക്ഷയുള്ള നേതാവാണ് പ്രിയപ്പെട്ട നമ്മുടെ മുരളിയേട്ടൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലീഡറുടെ പ്രിയങ്കനായ മകനാണ്. ഹരിജിപ്പുറത്ത് മറുപടി പറയുന്ന കേരളത്തിന്റെ കണ്ട ഏറ്റവും അശേധ്യനായ നേതാവാണ് ലീഡർ. ആ ലീഡറുടെ മകൻ ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിന്റെ മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറെ ആദരവോടുകൂടി പ്രിയപ്പെട്ട നമ്മുടെ ആരോഗ്യ ദേവസ്വം മന്ത്രി മുരളീധരൻ അവർകളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. മുമ്പ് തന്നെ CH സെന്ററിൽ വെച്ച് ഈ സ്ഥാപനത്തിന്റെ ഇന്നത്തെ അവസ്ഥ ചിത്രങ്ങൾ സഹിതം ഇവിടെ ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരികയുണ്ടായി. അപ്പോൾ നിങ്ങൾ തന്നെ ദിവസേന കാണുന്നതാണ് ഈ ആശുപത്രിയുടെ അവസ്ഥ. ഇതിൻ്റെ ഒരു അവസ്ഥ, ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ്. അതായത് മുമ്പ് മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിന് ഒരു പരിശീലന വേദിയായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. അതിൻ്റെ മുമ്പിലത്തെ ബോർഡ് മെഡിക്കൽ കോളേജിലെ ബോർഡ് വരാൻ കാരണമാണ്. അങ്ങനെയാണ് ഇവിടെ DMEയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. എന്നാൽ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അതാണ് DHS. ഇങ്ങനെ 2 പ്രധാന ഡിപ്പാർട്ട്മെൻറ്റുകൾ അധീനതയിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകും. ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെ ഇവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചവരാണ്. അതിന് വളരെയധികം പാരമ്പര്യമുണ്ട്. പഴക്കം ചെന്നൊരു സ്ഥാപനമാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ടോട്ടൽ സ്റ്റാഫ് 42. അതിൽ DMEയുടെ കീഴിൽ 16 പേരും DHSന്റെ കീഴിൽ 26 പേരും. അതോടൊപ്പം തന്നെ ഡോക്ടർമാർ 3, 2 പേര് DHSൽ നിന്ന്, ഒരാൾ കോൺട്രാക്ട് SCയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ DMEയുടെ ഇതിൽ പറയുമ്പോൾ എല്ലാ ദിവസവും കമ്മ്യൂണിറ്റി മെഡിസിൻ 5-6 എല്ലാ ദിവസങ്ങളിലും അല്ലേ, ദിവസം അല്ലേ 5-6 ദിവസങ്ങളായിട്ടുണ്ട്. പിന്നെ ഫാമിലി മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിപ്പോൾ ഫാമിലി ഹെൽത്ത് സെൻ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ വേണ്ടത് മാസ്റ്റർ പ്ലാൻ. ഇപ്പം ഒരു ആമുഖമായിട്ട് പറഞ്ഞാൽ ഈ കോലത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ കെട്ടിടങ്ങളുടെ അവസ്ഥ, ഇവിടുത്തെ ഹോസ്റ്റലിൽ ഒരു മാത്രമല്ല, ഇതിൻ്റെ വേറെ പ്രത്യേകതയുണ്ട്. സാധാരണ DMEയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ആരോഗ്യവകുപ്പ് നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്താണ് ഇത് നിയന്ത്രിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കയ്യിലാണെങ്കിൽ ഇതിനുള്ള കാശും കയ്യിലില്ല. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വളരെ പ്രയാസം നിറഞ്ഞൊരു സാഹചര്യമാണ്. അപ്പം അതുകൊണ്ടിപ്പോൾ ആരോഗ്യവകുപ്പ് ഒരു പ്രാഥമിക ചർച്ചയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ട് വേണം വിശദമായിട്ട് പഠിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കണം. അല്ലാതെ കയ്യടിക്ക് വേണ്ടി ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് കോഴിക്കോട് ഞാൻ ഇടയ്ക്ക് വരുന്ന ആളായതുകൊണ്ട് നാളെയും കാണുന്നതാണ്. കയ്യടിച്ചു പോയാൽ നല്ലതാണ്. റീൽസ് ഇടാം. അങ്ങനെ കഴിഞ്ഞ കുറേ കാലം റീൽസ് ഇട്ടതിൻ്റെ ദോഷമാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് റീൽസ് ഇടാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല, ഇത് നടത്താൻ വേണ്ടിയുള്ള കാര്യം. അപ്പോൾ ഇതിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. മാസ്റ്റർ പ്ലാനിന് അനുസരിച്ച് ഏതാണ്ട് ഒരു നമ്മൾ പറയില്ലേ മതിപ്പ് വില, അത് ഏതാണ്ട് 50-60 കോടിയിലേക്കാണ് ഇതിൻ്റെ ഒരു മതിപ്പായിട്ട് കണക്കാക്കുന്നത്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തി, പ്രിൻസിപ്പളെയും സൂപ്പറിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അങ്ങനെ മതിപ്പ് കണക്ക് വെച്ച് നോക്കിയാൽ 60 മേലെ പോവില്ല എന്നാണ് കണക്ക്. 60 കോടിയാണെങ്കിൽ സർക്കാരിൻ്റെ, നിങ്ങൾക്കറിയാം സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നറിയാം. സത്യം പറഞ്ഞാൽ കാര്യങ്ങളിപ്പോൾ ഒപ്പിച്ചു കൊണ്ടുപോകാം. മരുന്ന് വാങ്ങിയ വകയിൽ തന്നെ മരുന്ന് കമ്പനിയൊക്കെ ഏതാണ്ട് 2500 കോടി കടമുണ്ട്. അതാണ് ചില ദിവസങ്ങൾ ഇന്ന സ്ഥലത്ത് മരുന്നില്ല എന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത്. അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിൻ്റെ ഒരു HOD ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് എടുത്ത് വേറെ സ്ഥലത്ത് കൊടുക്കും. ഇന്ന സ്ഥലത്ത് മരുന്നില്ലെങ്കിൽ ആ മരുന്ന് സ്റ്റോക്കുള്ള സ്ഥലത്ത് വരുത്തി കൊടുക്കുക.
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഇവിടെ നിപ രോഗിയെ റിപ്പോർട്ട് ചെയ്തപ്പോൾ മരുന്ന് സ്റ്റോക്കില്ലാത്ത മരുന്ന് ബഹറിൽ നിന്നാണ് വരുത്തിയത്. 24 മണിക്കൂർ പറഞ്ഞല്ലോ. അവിടെ മന്ത്രി ഇവിടെ താമസിക്കാത്തതിലായിരുന്നു ചിലർക്ക് പ്രയാസം. ഇവിടെ താമസിച്ചിട്ട് കാര്യമുണ്ടോ? മരുന്ന് വരുത്തണമെങ്കിൽ അതിൻ്റെയൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. ഇതിൻ്റെ ഗവൺമെന്റ് സ്ഥാപനം തിരുവനന്തപുരത്താണ്. അപ്പം അവരെ വിളിച്ചു പറഞ്ഞു മരുന്ന് എത്തിക്കണം. ഇപ്പം എത്തിച്ച മരുന്ന് 2021 മുതൽ വാങ്ങിയിട്ടില്ല സർക്കാർ. 2021 മുതൽ ഈ മരുന്ന് വാങ്ങിയിട്ടില്ല. ആ മരുന്നാണ് 24 മണിക്കൂർ കൊണ്ട് ബഹ്റൈനിൽ നിന്ന് ഡൽഹി കണ്ണൂർ വഴി രാത്രിക്ക് രാത്രി കോഴിക്കോട് എത്തിച്ച രോഗിക്ക് ആദ്യ ഡോസ് നൽകി. ഇവിടെ ആ നിപ ബാധിച്ച രോഗിയെ കൊണ്ടുവരുമ്പോൾ എന്നോട് പ്രിൻസിപ്പളും സൂപ്രണ്ടും പറഞ്ഞത് മിക്കവാറും ഇന്ന് രാത്രി കഴിയാൻ പ്രയാസം എന്ന വ്യക്തി ഇപ്പോഴും സീരിയസ് തന്നെയാണ്. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, സീരിയസ് കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ ആ രോഗം ഇപ്പൊ നെഗറ്റീവായി. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ആർക്കും തന്നെ ഇത് ബാധിച്ചിട്ടില്ല. ഹൈ റിസ്ക്, റിസ്ക്, ലോ റിസ്ക്, ഈ 3 കാറ്റഗറിയിലും പരിശോധന നടത്തി. ഫറൂഖ് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി അവിടെയാണല്ലോ ഈ പേഷ്യൻ്റ്, അവിടെയായിരുന്നു. എല്ലാം നെഗറ്റീവാണ്. അപ്പൊ അങ്ങനെയുള്ള സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിൽ പോലും ഇപ്പൊ ഷിഗല്ലയുടെ നമ്പർ പറയുന്നുണ്ട് 10-200 പേരായിരുന്നു. 200ന്റെ കണക്ക് എങ്ങനെയാ അറിയും? ഈ വർഷം ജനുവരി മാസം തൊട്ട് ജൂൺ 30 വരെയാണ്. ഷിഗല്ല രോഗികളുടെ എണ്ണം 200-ൽ കൂടുതലുണ്ടെങ്കിൽ ആ 200 എന്ന് പറയുന്ന കണക്ക് 2026 ജനുവരി മാസം 1 മുതൽ 2026 ജൂൺ 30 വരെയാണ്. മരണം 6-ൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഡോക്ടർമാർ മുതൽ ക്ലീനിങ് സ്റ്റാഫ് വരെയുള്ളവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ആ ഒരു കാര്യം നേടിയെടുക്കാൻ കഴിയും. പക്ഷെ ഞാൻ ഇപ്പോഴും ലോക്കൽ ബോഡിയിൽപ്പെട്ടവരോട് ഞാൻ പറയാം, ഡെങ്കിപ്പനി പടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനി പടരാതിരിക്കാനുള്ള മാർഗം നിങ്ങളും കൂടെ സ്വീകരിക്കണം. എല്ലാവരും കൂടെ ചേർന്നാൽ കുറ്റം വരുമ്പോൾ ആരോഗ്യ വകുപ്പിനാണ് അവസാനം വന്നു ചെയ്തത്. പരിസര ശുചീകരണം, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരുടെ പരിശോധന, കുടിവെള്ളം പരിശോധിക്കണം. ഇപ്പൊ ഷിഗല്ല ഏറ്റവും ബാധിച്ച സുൽത്താൻ ബത്തേരിയിലെ വിദ്യാലയത്തിൽ ഞാൻ അവിടെ ചെന്ന് സൈറ്റ് പരിശോധിച്ചു. കിണറിൽ നിന്നാണ് ബാക്ടീരിയ, ആ ബാക്ടീരിയയാണ് രോഗം ഉണ്ടാക്കിയത്. ഇതിനൊക്കെ കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല, കാരണം ഡിസംബറിലാണ് നിങ്ങൾ ചാർജ് എടുത്തത്. ഇതെന്താണ് പഠിച്ചു വരുമ്പോഴേക്കും പാർലമെന്റ് അസംബ്ലി ഇലക്ഷൻ പ്രഖ്യാപിച്ച് പെരുമാറ്റച്ചട്ടം. ശരി, അങ്ങനെയല്ല. ഇതിനൊക്കെ എക്സ്ക്യൂസ് ഇല്ല. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ വീഴ്ച പറ്റിയെങ്കിൽ ഇനി മഴയോട് കൂടിയിട്ടുള്ള പാർശ്വവാദികൾ വന്നാൽ നമ്മളെല്ലാവരും ഉത്തരവാദികളായി മാറും. അക്കാര്യത്തിൽ വളരെ വിജിലന്റ് ആവണമെന്നാണ് പറയാൻ. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ മറ്റേ സാമ്പത്തികത്തിന്റെ കാര്യമാണ്. ഈ 50-60 കോടിയിലെത്തുമ്പോൾ ഇത് സർക്കാരിനെ കൊണ്ട് പൂർണ്ണമായിട്ടും ചെയ്യാൻ പ്രയാസമുണ്ട്. അപ്പൊ അവിടെയാണ് ഞാൻ ചാർജ് എടുത്ത അന്ന് മുതൽ ഞാൻ പറയുന്നത് CSR ഫണ്ടുകൾ ഞങ്ങൾ വിനിയോഗിക്കും. ഇവിടെ അഹമ്മദ് സാഹിബ് ഇവിടെ വന്നതിലും ഈ ഒരു ലക്ഷ്യം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളു. അതാണ് MLA തന്നെ മുൻകൈ എടുത്ത് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ സ്വകാര്യ ആശുപത്രികളെ ഒന്നും നിയന്ത്രിക്കാനും കഴിയില്ല, അങ്ങനെ നിയന്ത്രിക്കാനും പാടില്ല. അതിന് അവർക്കും അവരുടേതായിട്ടുള്ള റോളുണ്ട്. പക്ഷെ സാധാരണക്കാരൻ ചെല്ലുന്ന സർക്കാർ ആശുപത്രി. ഇപ്പൊ ആരോഗ്യ വകുപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രിയുടെ അത്ര എത്തിയേ അതിന്റെ ഒപ്പം ഓടിയെത്തും. ഇപ്പൊ ഇന്നലെ ഞങ്ങൾ വയനാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥ, സർക്കാർ ആശുപത്രികളൊന്നും MRI സൗകര്യങ്ങളില്ല, MRI മെഷീൻ ഇല്ല. ഇപ്പൊ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് 100 ദിവസത്തെ കർമ്മ പരിപാടി ഉൾപ്പെടുത്തി അവിടെ MRI സ്കാൻ ഏർപ്പെടുത്താൻ ഇന്നലെ തീരുമാനമെടുത്തു. 100 ദിവസത്തിനുള്ളിൽ രാജീവ് ഗാന്ധി ബയോടെക്നോളജിക്കാർ അത് ഇൻസ്റ്റാൾ ചെയ്യാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ അത്യാവശ്യമായി ചെയ്യേണ്ടത്.
ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ ഫണ്ട് സ്വരൂപിച്ച് വർക്ക് തുടങ്ങുക. അങ്ങനെ തുടങ്ങാതെ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല. മാത്രമല്ല ഈ കെട്ടിടങ്ങളൊക്കെ പഴയ കെട്ടിടങ്ങൾ. ഇപ്പൊ സർക്കാർ പെട്ടെന്ന് ഞങ്ങൾ ഏറ്റെടുത്തിട്ട് നാളെ 2 ഡോക്ടറെ പോസ്റ്റ് ചെയ്താൽ വന്നതിൻ്റെ അടുത്ത ദിവസം ഞാൻ ഉറപ്പിച്ച് പറയാം, എൻ്റെ ഇതുവരെയുള്ള ഒരു 30-40 ദിവസത്തെ എക്സ്പീരിയൻസിൽ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ഡോക്ടർമാരെ നിയമിച്ചാൽ അവർക്ക് തന്നെ രോഗങ്ങൾ പറഞ്ഞവർ മാറിപ്പോകും. ഞാനൊരു ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് രോഗികളെ ചികിത്സിക്കുക? അപ്പോൾ പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഒരു സേഫ്റ്റി വേണ്ടേ പ്രവർത്തിക്കാൻ. എന്തെങ്കിലും കാരണവശാൽ ചികിത്സിച്ച് വല്ല കൈപ്പഴവും വന്നാൽ എല്ലാവരും കൂടെ ഡോക്ടർമാരെ മെക്കെട്ട് പോകും. പിന്നെ ഞാൻ ഏതെങ്കിലും പരിപാടി കഴിഞ്ഞ് ഇറക്കുമ്പോഴാണ് കുന്തും കോലി വെച്ച് വരിക, ഇങ്ങനെ സംഭവിച്ചല്ലോ എന്താ കാര്യം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ചികിത്സിക്കാൻ തക്കവണ്ണുള്ള അടച്ചുറപ്പ് വേണം. ഇവിടുത്തെ പല കെട്ടിടങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വർക്ക് പോയിട്ട് മുന്നോട്ട് പോകും. ഇപ്പം ഞങ്ങൾ ഈ വെറും കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഫണ്ട് സ്വരൂപരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആരെല്ലാം സഹകരിക്കാൻ പറ്റുമോ CSR ഫണ്ട്. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ പലരും പരിപാടിക്ക് വിളിക്കാണ്ടായി. എന്താ അറിയും, ഏത് പരിപാടിക്ക് എന്നാൽ ഞാൻ ഈ CSR ഫണ്ട് ഉണ്ടെങ്കിൽ തരാൻ പറയും. അതല്ലേ മാർഗമുള്ളൂ. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഇവിടെ ആദ്യം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകുമ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് ഇത് നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസമാണെങ്കിൽ അത് ഇപ്പോഴില്ല കേട്ടോ. ഇപ്പൊ തൽക്കാലം ബ്ലോക്ക് തന്നെ ഇത് കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങളുടെ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കിയെന്ന് റെയിലിൽ കയറുമ്പോൾ സർക്കാർ ഏറ്റെടുക്കണം നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റെടുക്കും. അതായത് ഇവിടെ ഒരു കാര്യമുണ്ടല്ലോ, ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തും ഡിപ്പാർട്ട്മെന്റും ആയിട്ട് യുദ്ധത്തിന് ഇവിടെ പ്രസക്തിയില്ല. അപ്പൊ എല്ലാം കൂടെ ഒന്നായിട്ട് വന്നുകൊണ്ട് ആ കാര്യത്തിൽ തർക്കമില്ല. മറ്റേതാണെങ്കിൽ 2 വഴിക്ക് പോകും. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സർക്കാരിൻ്റെ ഭാഗം തന്നെയാണല്ലോ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അന്ന് തീരുമാനിക്കാം. ഇപ്പം തൽക്കാലം ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വർക്ക് പൂർത്തിയാക്കുന്നത് വരെ നിലവിലുള്ള സംവിധാനം തുടരുക. അത് കഴിഞ്ഞ് സ്വാഭാവികമായി ഇതിപ്പോൾ 2 തീരുമാനിക്കേണ്ടി വരും. ഈ ഡ്യുവൽ ലീഡർഷിപ്പ് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇത് പൂർണ്ണമായിട്ട് എനിക്ക് തോന്നുന്നത് DHSന്റെ കീഴിലേക്ക് മാറ്റേണ്ട സ്ഥാപനം. ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജുകാർ ഇവിടെ ഒന്നും അല്ലേ, നിങ്ങൾക്ക് ഇനി വല്ല റോളും ഉണ്ടെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആലോചിക്കാം. അതൊന്ന് സംസ്ഥാന തലത്തിൽ ആലോചിക്കേണ്ട കാര്യം. DHS വേണോ DMEയുടെ. ഏതായാലും ഡ്യുവൽ വളരെ ദോഷം ചെയ്യും. അതിൻ്റെ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കണം. പക്ഷെ എല്ലാ വകുപ്പും നോക്കണം. തീരുമാനം സർക്കാർ എടുക്കുമ്പോൾ ആരെയും പരിക്കേൽപ്പിക്കാത്ത രീതിയിൽ വേണം തീരുമാനം എടുക്കാൻ. അപ്പം അത് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. അപ്പോൾ ഇതിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ സ്പീഡായി മുന്നോട്ട് പോകുക. അപ്പോൾ അങ്ങനെ സ്പീഡായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഉണ്ടാകണം. ഇതാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് കാണാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇങ്ങനെയൊരു ഡിസ്കഷൻ സംഘടിപ്പിച്ചതിന് MLAയോടും MP യോടും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വലിയ വാക്ക് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ചെറുപ്പ ഹോസ്പിറ്റലിലെ കാര്യം സംസാരിച്ചത് ഉടനെ തന്നെ 4-ാം തീയതി രാവിലെ വരാമെന്ന് അദ്ദേഹം പറയുകയും അങ്ങനെയാണ് അദ്ദേഹം 4-ാം തീയതി ഇന്ന് രാവിലെ ഇവിടെ എത്തിയത്. അതിന് വ്യക്തിപരമായി പ്രത്യേകമായി നന്ദി ബഹുമാനപ്പെട്ട മന്ത്രി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ആശുപത്രിയെ കുറിച്ച് എല്ലാവരും കാര്യങ്ങൾ സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിനെ കൊണ്ടുനടക്കാൻ പാടാണ്. അതുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കുക എന്ന് മാത്രമേ ഇത് മാർഗമുള്ള ഒന്ന് ഡ്വൽ കൺട്രോളാണ്. ഇത് ആരുടേതാണെന്ന് വെച്ചാൽ ആർക്കും പറയാൻ കഴിയില്ല. DHS ആണോ ആണെന്ന് പറയും, അല്ലെന്നും പറയും. DME ആണോ ആണെന്നും പറയും, അല്ലെന്നും പറയും. ബ്ലോക്ക് പഞ്ചായത്താണോ. അതുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കുന്ന വഴി ഇത് ജനങ്ങൾക്ക്, ഈ പ്രദേശത്തെ രോഗികൾക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ആശുപത്രിയായി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ആഗ്രഹം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച പോലെ നിലവിലുള്ള കെട്ടിടം വെച്ച് ഒരിക്കലും
ഒരു നല്ല ആശുപത്രിയായി ഇത് മാറ്റാൻ കഴിയില്ല. ഈ ആശുപത്രി ഡിമോളിഷ് ചെയ്ത് പുതിയ ആശുപത്രി കെട്ടിടം വന്നാൽ മാത്രമേ ഇതൊരു ആശുപത്രിയാണെന്ന് പറയാൻ സാധിക്കൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പ്രഖ്യാപിച്ചു, ഇവിടെ ഈ ഇതിന് ആവശ്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പ്രിൻസിപ്പളിനെയും സൂപ്രണ്ടിനെയും ചുമതലപ്പെടുത്തിയെന്ന് പ്രഖ്യാപിച്ചു. അതിന് പ്രത്യേകം മന്ത്രിയെ അഭിനന്ദിക്കാൻ ഈ അവസരം ഇവിടെ ഉപയോഗിക്കുകയാണ്. മിനിമം ഒരു 2-3 വർഷം എടുക്കുമായിരിക്കും അല്ലേ കെട്ടിടം ആയി വരണമെങ്കിൽ? അതുപോലെ ഞാൻ പറഞ്ഞു നേരത്തെ, പ്രതീക്ഷ മന്ത്രിയിൽ മാത്രമല്ല, തൊട്ട് എൻ്റെ ഇപ്പുറം ഇരിക്കുന്ന അഹമ്മദ് സാഹിബിലും വലിയ പ്രതീക്ഷയാണ്. കാരണം CSR ഫണ്ട് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളാണ് അദ്ദേഹം. നേരത്തെ പറഞ്ഞ പോലെ ഇക്കറയിൽ തന്നെ ഒരു മനോഹരമായ കെട്ടിടവും, അതെനിക്ക് ഡയാലിസിസ് യൂണിറ്റാന്ന് തോന്നുന്നുണ്ട് അവിടെ സ്ഥാപിക്കും. അയ്യുണ്ട്. അതുകൊണ്ട് അഹമ്മദിക്കോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ നാടാണ്, എല്ലാവരും നിത്യം അങ്ങോട്ടും കാണുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു മാസ്റ്റർ പ്ലാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ അത് നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ടിലേക്ക് മലബാർ ജ്വല്ലറിയുടെ CSR ഫണ്ട് കൂടി നല്ല രീതിയിൽ നൽകി അത് പൂർത്തിയാക്കാൻ സഹായിക്കണം എന്ന് മാത്രമാണ് ഞാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഏതായാലും ഒരു പുതിയൊരു സൂര്യോദയം ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുരളീധരൻ ആരോഗ്യമന്ത്രി ആയതുകൊണ്ട്, സ്വന്തം നാട് കൂടി ആയതുകൊണ്ട്, അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ നാളെയും നാളെയും കോഴിക്കോട് വരണം. അതുകൊണ്ട് ഇത് പെട്ടെന്ന് പൂർത്തിയാക്കാൻ നടപടി ഉണ്ടാകട്ടെ എന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട്. ഒന്നും പോകാറില്ല. ഇത് ഞങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം ഇവിടെ ആയതുകൊണ്ട്, ഇവിടെ ഒരു ഒഴിഞ്ഞ കുന്ന് കണ്ടുകൊണ്ട് 10 വർഷം മുമ്പ് കാലിയുള്ളൊരു കുന്ന് മേടിച്ച് അതിന്റെ മുകളിൽ ഒരു വീടുണ്ടാക്കി എന്നുള്ള ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. കുറച്ച് വീടുകൾ അവിടെ ഞങ്ങളുടെ ഓഫീസ്, അവിടെ കുറച്ച് നല്ല ഓർഗാനിക് കൃഷിയും നല്ല കാറ്റും വെളിച്ചവും, അവിടെ നിന്ന് നോക്കിയാൽ കടൽ കാണാം, മലപ്പുറം ഡിസ്ട്രിക്ട് കാണാം, വയനാട് കാണാം. ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുകയാണ്. റസാഖ് മാഷ് വന്ന മുതൽ ആദ്യം മുതൽ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന്. മത്സരിക്കുന്നതിന് മുമ്പ് ഞാൻ മത്സരിക്കും, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സഹായം ചെയ്തത്. നമ്മൾ ജയിക്കട്ടെ, നിന്റെ പറയേണ്ടുള്ളൂ എന്നാണ്. തീർച്ചയായിട്ടും ജയിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ പ്രദേശത്ത് എന്തെങ്കിലും ചെയ്യണം, നന്നായി ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം രാഘവേട്ടൻ എത്ര വർഷങ്ങളായിട്ട് കൊടുത്ത് ജയിച്ചു പോകുന്ന വ്യക്തിയാണ്. നമ്മൾ വളരെ 4 വർഷമായിട്ട് ഞങ്ങൾ അഘോരാത്രം ഇവിടെ വന്ന് എല്ലാവർക്കും പിന്തുണയുള്ള കക്ഷിയാണ്. ഞങ്ങളായിട്ടൊക്കെ വളരെ ബന്ധപ്പെടുന്നുണ്ട്. മുരളിയേട്ടനാണെങ്കിൽ കരുണാകരൻ ലീഡറുള്ള കാലം മുതൽ വളരെയധികം റിലേഷൻഷിപ്പും വളരെ സാമൂഹ്യമായിട്ടും ഈ കോഴിക്കോടിന്റെ പ്രദേശവുമായിട്ട് ബന്ധം അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ വളരെ ബന്ധുക്കളാണ്. ഈ പ്രദേശത്തിനോട് മാനസികമായിട്ട് വലിയൊരു അടുപ്പുള്ള വ്യക്തിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ആരോഗ്യമന്ത്രി അയക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും. ഞങ്ങളാൽ കഴിയുന്ന ചാരിറ്റി ഫണ്ടിന് CSR ഫണ്ട് ഉണ്ട്. ഞങ്ങളുടെ ലാഭത്തിന്റെ നെറ്റ് പ്രോഫിറ്റിന്റെ 5% ഞങ്ങൾ മാറ്റിവെക്കുന്നത്. അത് എവിടെ നിന്നാണോ ഏൺ ചെയ്യുന്നത് അവിടെ തിരിച്ചു കൊടുക്കാന്നുള്ളത് ഇന്ത്യ മൊത്തം ചെയ്യുന്നുണ്ട്. ഈ വർഷം 200 കോടി രൂപയാണ് ഇന്ത്യയിൽ മൊത്തം ചെയ്യുന്നത്. പീയൂഷ് ഗോയൽ ഡൽഹി പ്രഖ്യാപിച്ചത്. അത് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ആൾക്ക് കൊടുക്കാന്നുള്ളതാണ്. ഫ്രീ മെഡിസിൻ ഉണ്ട്, തീരെ സ്കൂളിൽ പോകാത്ത കുട്ടികളുണ്ട്, മൈക്രോ ലേണിംഗ് സെന്റേഴ്സ് ഉണ്ട്. കുറെ വളരെ പ്രയാസപ്പെട്ട നഗരങ്ങളിലാണ്. സത്യത്തിൽ ഇവിടെ നിന്ന് അത്ര ദാരിദ്ര്യമില്ല. ഞാൻ UP, ബീഹാർ, ജാർഖണ്ഡ് ഒക്കെ പോയി നോക്കുമ്പോൾ നമ്മുടെ നാട് എത്രയോ ബെറ്ററാണ്. ഇവിടെ അതിദാരിദ്ര്യമൊന്നും ഇല്ല. അവിടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ വിശന്ന് ഉറങ്ങുന്ന കോടിക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പ്രയാസമുണ്ട്. ഒരു മരുന്ന് പോലും കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്ര ബെറ്ററാണ്. അനുഗ്രഹീതരാണ്. നമ്മളൊക്കെ അനുഗ്രഹീതരാണ്. നിങ്ങളെപ്പോലത്തെ ഒരുപാട് ആൾക്കാരുള്ളത് തന്നെ വലിയ കാര്യമാണ്. നാട്ടുകാർ ഒന്നിച്ചു പിടിച്ചാൽ എല്ലാം വരും. നിങ്ങളെല്ലാവരും 100 റുപ്യ എടുക്കാൻ പറ്റുന്ന 100 റുപ്യ, 1 റുപ്യ കൊടുക്കാൻ പറ്റുന്ന 1 റുപ്യ, 1000 ഒരു കോമൺ ഫണ്ട് റേസ് ചെയ്യുക. ഒരുപാട് ഗൾഫുകാരൊക്കെ ഉള്ളതാണ്. ഒരേട്ടം പറഞ്ഞോട് എല്ലാവരും തരും. ഇവിടെ എന്തൊക്കെ വേണം അത് മാസ്റ്റർ പ്ലാൻ ആയി കഴിഞ്ഞാൽ അതിൽ നിങ്ങളെ മുൻപന്തിയിൽ നിങ്ങളെ കൂടെ ഞാനും ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയുന്നു. ഒക്കെ സന്തോഷങ്ങളാണ്, ഹാപ്പിനെസ് ആണ്. മരിച്ചു പിരിഞ്ഞു പോകുന്ന ആൾക്കാരാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാലത്ത് നന്നായി ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത്. ജയ് ഹിന്ദ്. എല്ലാവിധ ആശംസയും നേരുകയാണ്. ഏറെ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത അദ്ദേഹത്തെ MLAക്ക് വേണ്ടിയും കുന്നാലം ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടിയും നാടിന് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മന്ത്രിയോടൊപ്പം എത്തിച്ചേർന്ന ഈ ചെറുപ്പ ഹോസ്പിറ്റലിലെ വികസനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന
നമ്മുടെ കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട പാർലമെന്റ് അംഗം ശ്രീ MK രാഘവൻ അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ചെറുപ്പ ഹോസ്പിറ്റലിന്റെ വികസനം ആണ് എന്റെ ലക്ഷ്യമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഈ നിയോജകമണ്ഡലത്തിന്റെ പ്രിയപ്പെട്ട ജനകീയ MLA ശ്രീ റസാഖ് മാസ്റ്ററെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.